ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 11. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദയോ വീതരാഗാ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. യാതൊന്നിനെ അക്ഷരം എന്ന് വേദവിത്തുക്കൾ പറയുന്നുവോ, യാതൊന്നിനെ വീതരാഗന്മാരായ യതികമാർ പ്രാപിക്കുന്നുവോ, യാതൊന്നിനെ ഇച്ഛിക്കുന്നവരായി ബ്രഹ്മചര്യത്തിൽ ചരിക്കുന്നുവോ, ആ പദത്തെ നിന്നോടായിക്കൊണ്ട് ഞാൻ സംഗ്രഹിച്ച് പറയാം. ഇവിടെ വേദവിത്തുക്കൾ യാതൊന്നിനെ പറയുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത്. അത് വേദവിത്തുക്കൾ എന്ത് പറഞ്ഞാലും അത് സത്യത്തെ സംബന്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അവർ വേദവിത്തുക്കളായിരിക്കുന്നത്. അവർ സത്യദ്രഷ്ടാക്കളാണ്. ഋഷിമാര് കാരണം അവർ നുണ പറയുന്നവരായാൽ പിന്നെ ആരെ നമ്മൾ വിശ്വസിക്കും? അവർ സത്യത്തിൽ സത്യമായത് ബ്രഹ്മം അതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. അപ്പൊ സത്യത്തെ സംബന്ധിക്കുന്നതാണ് അവരുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും. എന്താണ് അവർ പറയുന്നത്? അക്ഷരം എന്ന് പറയുമ്പോൾ നക്ഷരതി ഇതി അക്ഷരം, ഒരിക്കലും നശിക്കാത്തത്, അതാണ് അക്ഷരം എന്നുള്ള പദത്തിനർത്ഥം. നമുക്കറിയാം, ഏതൊന്നിനെ നോക്കിയാലും നമുക്കതിൽ നശിക്കുന്നതും നശിക്കാത്തതും കാണാൻ പറ്റും. ഇപ്പം ഞാൻ എന്നുള്ളത് ഈ ശരീരസംഘാതത്തെ ചേർത്ത് പറയുമ്പോൾ അവിടെ ശരീരം എന്നുള്ളത് നശിക്കുന്നതാണ്, ആത്മാവ് നശിക്കുന്നില്ല. ഇതുപോലെ അപ്പം അതിനെ വേർതിരിച്ചറിയാൻ കഴിയണം. ആ സത്യത്തെക്കുറിച്ചാണ് എപ്പോഴും ചർച്ചകൾ, നശിക്കുന്നതിനെ കുറിച്ചല്ല. അതുകൊണ്ടാണ് ഒരിക്കലും നശിക്കാത്തത് എന്ന അക്ഷരത്തെ കൊണ്ട് പറഞ്ഞത്. നശിക്കാത്തത് എന്താണ്? അത് ഉണ്മയാണ്, അത് ബ്രഹ്മമാണ് ഒക്കെ പറയാം. വാസ്തവത്തിൽ ഈ പറഞ്ഞ വാക്കുകളൊന്നും അല്ല കേട്ടോ ബ്രഹ്മം. പരമമായ സത്യം വാക്കിന് വിഷയമല്ല. ഇപ്പൊ സത്യത്തെ ആചാര്യന്മാര് ലക്ഷണാവൃത്തിയിലാണ് പറഞ്ഞിട്ടുള്ളത്. 2 തരം ഉപദേശ രീതികളെ അവര് കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് വിധി മുഖേനയുള്ള ഉപദേശവും മറ്റൊന്ന് നിഷേധ മുഖേനയുള്ള ഉപദേശവും. വിധി മുഖേനയുള്ള ഉപദേശം എന്ന് പറയുമ്പോൾ സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ. നിഷേധ രൂപത്തിലുള്ള ഉപദേശം എന്ന് പറയുമ്പോൾ അശബ്ദം, അസ്പർശം, അരൂപം, അവ്യയം എന്നുള്ളത്. ഇങ്ങനെ 2 തരത്തിൽ ബ്രഹ്മത്തെ ഇത് അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്, ഇത് ലക്ഷ്യാർത്ഥത്തിലേ എടുക്കാവൂ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നത് അത് സത്യമാണ് എന്ന് പറയും. അപ്പോൾ സത്യം തന്നെ 2 തരമുണ്ട്. സത്യം എന്ന് പറയുമ്പോൾ വ്യാവഹാരിക സത്യത്വമുണ്ട്, പാരമാർത്ഥിക സത്യത്വമുണ്ട്. വ്യാവഹാരിക സത്യത്വം നശിക്കുന്നതാണ്. അതിൻ്റെ ലക്ഷ്യാർത്ഥമാണ് പാരമാർത്ഥികമായ സത്യം. വ്യാവഹാരിക സത്യത്വം ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നുണ്ട്, നാളെ ഇല്ലാതാകുന്നതാണ്. പാരമാർത്ഥിക സത്യത്വം എന്ന് പറയുമ്പോൾ ഇന്നലെയുമുണ്ട്, ഇന്നുമുണ്ട്, നാളെയുമുണ്ട്, അത് നശിക്കുന്നില്ല. അപ്പം ഈ 2 എണ്ണത്തിലൂടെയും വേർതിരിച്ച് ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കണം. ഞാൻ എന്ന് പറയുമ്പോൾ ലക്ഷ്യാർത്ഥത്തിലുള്ള ആ സത്യത്വത്തെയാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ പരമാർത്ഥത്തിലുള്ള സത്യം എന്നുള്ളത്
ബ്രഹ്മനിർദ്ദേശം ചെയ്യുന്ന പദമാണ്. അതായത് ദേശത്താലോ കാലത്താലോ വസ്തുക്കളാലോ ബാധിക്കപ്പെടാത്തതാണ്. ഏത് ദേശത്തുള്ളവനായിക്കോട്ടെ, ഏത് കാലത്തുള്ളവനായിക്കോട്ടെ, ഏതു വ്യക്തിയായിക്കോട്ടെ, അവരൊക്കെ എന്താണ്? നശിക്കുന്നതാണ് ആ കാണപ്പെടുന്നത്. അതിലൊക്കെ കാണപ്പെടാത്ത ഉണ്മയായിരിക്കുന്നത് എന്തോ അത് ഏകമാണ്. അത് ആണ് പരമമായ സത്യം. അത് കേവല സത്തയാണ്. ആ സത്ത് പോയാൽ ചത്തുപോയി എന്ന് പറയും നമ്മൾ. അതേപോലെ തന്നെ ജ്ഞാനം എന്നുള്ളതിന് കേവല ജ്ഞാന സ്വരൂപമാണ്. കലർപ്പില്ലാത്തതെന്നാണ് കേവലം എന്നുള്ള ശബ്ദത്തിനർത്ഥം. നശ്വരങ്ങളായ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവല്ല, ശാശ്വതമായിരിക്കുന്ന ഇതെന്ത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കലാണ് സത്യം. അതുകൊണ്ടാണ് ഇവിടെ ഉപനിഷത്ത് വാക്യങ്ങൾക്ക് എപ്പോഴും ലക്ഷ്യാർത്ഥമാണ് സ്വീകരിക്കേണ്ടത്, വാച്യാർത്ഥമല്ല എന്ന് പറയാൻ കാരണം. ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തെ രീതിയാണ്. ഇതല്ല എന്ന് പറയുന്ന നേതി എന്ന് പറയുന്ന ആ വാക്യത്തെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്? ആ കാണപ്പെടുന്നതിനെ ഒക്കെ നീക്കിയാൽ, നശ്വരങ്ങളായ പദാർത്ഥങ്ങളെ നീക്കം ചെയ്താൽ പിന്നെ ബാക്കി എന്താണോ അതാകുന്നു ഉണ്മ, അതാണ് ബ്രഹ്മം, അതാണ് അക്ഷരം. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഠോപനിഷത്തിൽ പറയപ്പെട്ട മന്ത്രത്തിൻ്റെ വിശദീകരണം എന്നോണാണ് ഇവിടെ ഈ വാക്യങ്ങൾ, ഈ ശ്ലോകം കൊടുത്തിരിക്കുന്നത്. പറയാണ് യതികൾ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ. സന്യാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാഷായ വസ്ത്രം എടുത്തവർ, തലമുണ്ടനം ചെയ്തവർ, അതുപോലെ തന്നെ പല സന്യാസ ലക്ഷണങ്ങളും അല്ല. ജ്ഞാനം സന്യാസ ലക്ഷണം എന്നാണ്, മറ്റു ലക്ഷണങ്ങളല്ല. സന്യാസി മുണ്ടനം ചെയ്യും, മുടി വെട്ടുന്ന സമയത്ത് മുണ്ടനമാണ് ചെയ്യുന്നത്. അർദ്ധക്ഷൗരം വിധിച്ചിട്ടില്ല. അതൊക്കെ വിധിവിധാനങ്ങളാണ്, സാമ്പ്രദായികമാണ്. മണ്ണ് മുക്കി എടുക്കുക എന്നുള്ളത് കാഷായമാണ്. ഇതൊക്കെ എടുത്തതുകൊണ്ടും അയാൾ സന്യാസി ആയിക്കോണമെന്നില്ല. ഏത് തലത്തിലുള്ള ആളായിക്കോട്ടെ, അത് എടുക്കട്ടെ എടുക്കാതിരിക്കട്ടെ, വ്യാവഹാരിക തലത്തിൽ എങ്ങനെ വ്യവഹരിക്കട്ടെ, അയാളുടെ ആന്തരികമാണ് സന്യാസം. ഏഷണാത്യാഗമാണ്. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ, ഇത് മൂന്നെണ്ണത്തെയും ഉപേക്ഷിക്കണം. ഇപ്പോൾ പുത്രേഷണ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം എന്ത് വേണം? ദാരേഷണ വരും, ഭാര്യ വേണം. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, അവിടെ എൻ്റെകളും ഞാനും ഉണ്ട്. അതേപോലെ തന്നെ വിത്തേഷണ, എൻ്റെ ധനം, എൻ്റെ സമ്പത്ത്, അതൊരു ഏഷണയാണ്. മറ്റൊന്ന് അതൊന്നുമില്ല എന്നാലും ലോകേഷണ, ഞാൻ എന്നെ ആളാന്നറിയില്ലേ, ഞാൻ സന്യാസിയുടെ ശിഷ്യനാണ്, ഞാൻ സന്യാസിയാണെന്നുള്ള അഭിമാനം. ഒരഭിമാനം പോകാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു അഭിമാനം സ്വീകരിച്ചത്. പക്ഷെ ആ അഭിമാനം ആദ്യത്തത് പോയിട്ടുമില്ല, പിന്നത്തത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാൾ എന്തായി? ബാഹ്യമായി ഏത് ഭാവങ്ങളിൽ കഴിഞ്ഞാലും അയാളെ സംബന്ധിച്ച് ഉള്ളിൽ നിന്ന് ഈ ത്യാഗഭാവം വന്നിട്ടില്ലെങ്കിൽ കുറ്റി മാറ്റി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് എൻ്റെ മക്കൾ എന്നുള്ള സ്ഥാനത്ത് എൻ്റെ ശിഷ്യന്മാർ എന്നാവും. എൻ്റെ വീട് എന്നുള്ള ഓർത്തിയിൽ എൻ്റെ ആശ്രമം എന്ന് വരും. എപ്പോഴും എൻ്റെ പോണില്ല, ഞാനും പോണില്ല. അപ്പോൾ അതുകൊണ്ട് സന്യാസിയാന്ന് പറയാൻ വയ്യ. പശുവിനെയൊക്കെ കെട്ടിയിടുന്നില്ലേ, അത് ഒരു കുറ്റിയുമെന്ന് മറ്റൊരു കുറ്റിക്ക് മാറ്റി കെട്ടുന്നത് പോലെയാണ്. ആന്തരികമായ ഭാവം ആണ് സന്യാസം.
തീർത്തും ആന്തരികമാണ് സന്യാസം. ബാഹ്യഭാവത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സന്യാസിയുടെ ആന്തരികമായ ഭാവം ത്യാഗം മാത്രമാണ്, ഭോഗമല്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ത്യാഗം, ഏഷണാത്യാഗങ്ങൾ പോയ ഒരാൾക്ക് മാത്രമേ ധ്യാനത്തിൽ ഉറയ്ക്കാൻ പറ്റൂ. ധ്യാനത്തിൽ ഉറച്ചാൽ മാത്രമേ പരമാത്മദർശനം സാധ്യമാകൂ. ഗീതയുടെ ധ്യാന ശ്ലോകങ്ങളിൽ 9ാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഹി വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. വേദവും വേദാംഗങ്ങളും ഉപവേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതികളും ഒക്കെ പഠിച്ചാലും ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി ആവാമെന്നല്ലാതെ ധ്യാനത്തിൽ ഓർക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മാവ്, വരുണൻ, രുദ്രൻ, മരുദ്ഗണങ്ങളല്ല സർവ ദേവന്മാരും ഈശ്വരനെ, ഭഗവാനെ, ബ്രഹ്മത്തെ സ്തുതിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പാടി പുകഴ്ത്തുന്നുണ്ട്. ഇവരാരും പരമമായ സത്യത്തെ അറിയുന്നില്ലല്ലോ. അതറിയുന്നവരാരാണ്? ധ്യാനത്തിൽ അവസ്ഥിതമായ തത്പ്രാപ്യമായ മനസ്സുള്ളവർ കാണുന്നു. അപ്പോൾ ധ്യാനത്തിൽ ഉറക്കണമെങ്കിൽ എന്ത് വേണം? വിഷയധ്യാനങ്ങളെ ഉപേക്ഷിച്ച് ആത്മധ്യാനത്തിലേക്ക് മാറണമെങ്കിൽ, ഏകാഗ്രമാവണമെങ്കിൽ, മനസ്സ് പലതലത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അതിനാണ് യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി എന്ന് പറഞ്ഞത്. തത്തേ പദം സംഗ്രഹേണ. എന്തിനു വേണ്ടിയിട്ടാണോ ഒരാൾ ബ്രഹ്മചര്യാദി വ്രതത്തെ സ്വീകരിക്കുന്നത്? ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചര്യം എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല. അവിടെ സ്മരണം, ദർശനം, സ്ത്രീണാം ഗുണകർമാനുകീർത്തനം, സമീചീനത്വദീസ്താസു പ്രീതി സംഭാഷണം മിതഃ സഹവാസശ്ച സംസർഗോഷ്ടതാ മൈഥുനം വിദുഹു. സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷനാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കുക, സ്ത്രീകളാണെങ്കിൽ പുരുഷനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊരു സുഖം. അവരെ പറ്റിയുള്ള ഗുണഗണ കർമ്മങ്ങളെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഓർമ്മിക്കുക. അവരിൽ സമീചീനത്വ ബുദ്ധി, ഇത് കൊള്ളാലോ എന്നുള്ള ബുദ്ധി, അവരിൽ പ്രീതി ഉണ്ടാവുക, ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, അതിൽ രസിക്കുക. ഇങ്ങനെയൊക്കെയുള്ള 8 തരം മൈഥുനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 8 തരം മൈഥുനങ്ങളും നമ്മളെ ധ്യാനത്തിൽ നിന്ന് ബഹുദൂരം പിന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മണി ചരതി ഇതി ബ്രഹ്മചര്യം എന്നാണ്. വേദം പഠിക്കാൻ അനുകൂലമായ സാഹചര്യമാണിത്. ഈ അഷ്ടമൈഥുനങ്ങളെയും ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് സാധകനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു പരമമായ സത്യത്തെ ബുദ്ധിയിൽ അറിഞ്ഞ ഒരാൾ പരമാർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെന്ന് താല്പര്യമുള്ളവരാൽ ചില നിബന്ധനകൾ, സമ്പ്രദായങ്ങളെയൊക്കെ പാലിക്കണം. വാക്കിനെയും നോക്കിനെയും സ്പർശത്തെയും ഒക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇന്ദ്രിയങ്ങളെ തോന്നിയോണം കയറൂരി വിടരുത്. അതിനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഒരു ചെടി വളരുന്ന സമയത്ത് അതിനൊരു വേലിക്കെട്ട് ആവശ്യമുണ്ട്. അത് വളർന്നൊരു വടവൃക്ഷമായി കഴിഞ്ഞാൽ അത് വേലി പൊളിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ സാനേ പൊളിഞ്ഞോളും. അപ്പം പിന്നെ അവിടെ വേലിക്കെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അതെന്തുണ്ട്? എല്ലാവർക്കും ഒരേപോലെ, ഏത് നാരി അരികത്ത് കിടന്നാലും വികാരതരളിതനാവാത്ത ആളാരോ അയാളാണ് യതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ തലത്തിലെത്തിയാൽ പിന്നെ സ്ത്രീ എന്നോ പുരുഷനെന്നോ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിലേക്കൊന്നും അയാൾ പോവില്ല.
അതിനെന്ത് വേണം? അതിന് നിത്യനിരന്തരമായ ധ്യാനവും വേണം. ആ നിത്യനിരന്തരമായ ധ്യാനം ചെയ്യുന്ന കാലഘട്ടത്തെയാണ് ഇവിടെ വേലിക്കെട്ട് എന്ന് പറഞ്ഞത്. അത് എന്നേക്കുള്ളതല്ല. അത് സാധനാനിഷ്ഠയിൽ ധ്യാനത്തിൽ ഉറക്കുന്നത് വരെയുള്ള വൃത്തികളാണ്. ഒരു ചെടി നമ്മൾ നട്ടിട്ട് വേലി കെട്ടിയിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും? ആട് കടിക്കും. ആട് കടിച്ചാൽ 6 മാസമെങ്കിലും വളർച്ച മുരടിക്കും. അതുകൊണ്ട് തൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന തരത്തിൽ ആവരുത് തൻ്റെ ജീവിതം. അങ്ങനെ ആവുമ്പോൾ വേദം പഠിക്കാൻ പറ്റില്ല, വേദത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തിൽ എത്താൻ പറ്റില്ല. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സാധകനെ സംബന്ധിച്ച്. ചുരസ്യധാര നിശിതാദുരത്തെയ ദുർഗം കവയോ വദന്തു. കത്തിയുടെ വായ്ത്തലയിലൂടെ നടക്കുന്നതിന് തുല്യമാണ് ഈ ലക്ഷ്യത്തിലെത്താൻ. ആ ലക്ഷ്യമോ ആനന്ദപ്രദമാണ്. അയാൾക്ക് ആനന്ദമാണുള്ളത്. അവിടെ ക്ഷണികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെയാണോ പോകേണ്ടത്? അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോവാം. പക്ഷേ വേദത്താൽ പറയപ്പെട്ട ലക്ഷ്യത്തെ അയാൾ പ്രാപിക്കുന്നില്ല. എല്ലാവർക്കും സാധിക്കുന്നതല്ല. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന നാമ രൂപ ഗുണക്രിയാജാതി സംബന്ധങ്ങളൊന്നുമില്ലാത്തതും വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എത്തിച്ചേരാൻ പറ്റാത്തതുമായ ആ പരമമായ സത്യത്തെ അനുസന്ധാനം ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. എളുപ്പമുള്ള മാർഗത്തിൽ പോകുന്നവർക്കല്ല അവിടെ പ്രാധാന്യം. മറ്റുള്ളവരാൽ കഴിയാത്തത് തനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ധീരത. വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകട്ടെ എന്ന് വിചാരിച്ചാൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ ആ വെള്ളത്തെ അണകെട്ടി അത് കൃഷിക്ക് ഉപയുക്തമാക്കുന്നിടത്താണ് അതൊക്കെ അണക്കെട്ട് പൊളിക്കാൻ നോക്കും. ഇതുപോലെ പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത് വേണം. പ്രതിസന്ധികളിൽ പകച്ചു പോവാതിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കൂ. അതുകൊണ്ട് ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ അനുകൂലത നമുക്ക് വേണം. അങ്ങനെ വേണം ഈ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമം ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കഠോപനിഷത്തിലെ പ്രസിദ്ധമായ ഒരു മന്ത്രമാണ്. അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഗീത കൊടുത്തിരിക്കുന്നത്. അപ്പം ധ്യാനമാണ് മുഖ്യം. ധ്യാനത്തിൽ മാത്രമേ പരമമായ സത്യത്തെ കാണാൻ സാധിക്കൂ. അപ്പം ധ്യാനത്തിൽ പൂർണ്ണ വിജയം സിദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? മനോബുദ്ധി തലങ്ങളിൽ ചില സൂക്ഷ്മങ്ങളായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിനാണ് ഉപനിഷത്തുകളിൽ ആചാര്യന്മാർ പറഞ്ഞത് പ്രണവോപാസന എന്ന്. അപ്പോൾ പ്രണവോപാസന എന്ന് പറയുമ്പോൾ അവിടെ ഓങ്കാരം പല മന്ത്രങ്ങളിലും ഉണ്ടെങ്കിലും ഓങ്കാരം മാത്രമായിട്ടുള്ള ഉപാസനയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതൊരു ആധ്യാത്മിക തീർത്ഥയാത്രയാണ്. അത് സാധകന് വേണ്ട മുൻകരുതലുകളാണ്. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കാൻ ആവുന്നില്ല എങ്കിൽ അവിടെ ധ്യാനത്തിന് പ്രതിബന്ധം വന്നു ചേരും. അപ്പോൾ വിഷയങ്ങളുടെ ഇടയിൽ വീഴാൻ ഇടവരാതെ ധ്യാനമാർഗത്തിൽ ജാഗ്രതയോടുകൂടി ഉണർന്ന് മുന്നേറേണ്ടതുണ്ട്. ആ പരമ്പൊരുളിനെ, അവിടെ എത്തിച്ചേരുന്ന ആ പരമ്പൊരുളിനെ, നാശരഹിതമായ അതിനെയാണ് അക്ഷരം എന്ന് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ വിക്ഷേപഹേതുക്കളായ നശ്വര വിഷയങ്ങളുടെ മോഹനമായ
മാടി വിളിക്കലിൽ നിന്ന് വിമുക്തരായാൽ മാത്രമേ അക്ഷരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു സന്യാസിയുടെ ജീവിതം എന്ന് പറയുന്നത്, കാഷായം എടുത്തവരുടെ എല്ലാം ആന്തരികമായ ഒരു സന്യാസിയുടെ ജീവിതം, അത് പ്രകീർത്തിക്കുകയാണ് ഇവിടെ ഗീത ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയം കയറാൻ പോകുന്ന ഒരാൾക്ക് തൻ്റെ ഭാരം കുറയ്ക്കുന്നത് പോലെ എല്ലാ ഭാരം കൂടിയും കൊണ്ട് അവിടെ കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ ത്യജിക്കേണ്ടി വരും. എല്ലാം വേണം, അതും വേണം, ഇതും വേണം, അങ്ങനെയും വേണം, ഇങ്ങനെയും വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ത്യാഗമാണ് മുഖ്യം. ആഗ്രഹങ്ങളെ മുഴുവൻ തടുക്കാനല്ല ഗീത ആവശ്യപ്പെടുന്നത്, അത് കൊഴിഞ്ഞു പോകണം. ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ തടുത്തു നിർത്താനല്ല, അത് പൂർവാധിക ശക്തിയോട് പൊട്ടിത്തെറിക്കും. എപ്രകാരമാണ് ഒരു പൂമൊട്ട് വിരിഞ്ഞ് മനോഹരമായ പുഷ്പമായി തീരുന്നത്? ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞാൽ അതിൻ്റെ ദളങ്ങൾ കൊഴിഞ്ഞു പോകുന്നു. അതേപോലെ ഇപ്പം പൂവിൻ്റെ സാഫല്യം, പൂവിൻ്റെ ആ ഭംഗി, അതിനു മുമ്പ് അതൊരു മൊട്ടായിരുന്നു. മൊട്ട് ത്യജിച്ചാലേ പൂവാവുന്നുള്ളൂ. പൂവ് കൊഴിഞ്ഞു പോയാലേ അത് കായയാവുന്നുള്ളൂ. കായ പാകമായി പൊട്ടിത്തെറിച്ചാലേ അത് വിത്താവുന്നുള്ളൂ, അതിന് മുമ്പാവരുത്. ഇങ്ങനെ ഒന്നിൻ്റെ പൂർണ്ണതയിലാണ് മറ്റൊന്നിൻ്റെ ഉപേക്ഷിക്കൽ. എല്ലാം കൂടി സ്വീകരിക്കാൻ നോക്കിയാൽ നടക്കില്ല. പൂവ് അതിൻ്റെ ചന്തം വെടിയുന്നു, അതായത് സന്യസിക്കുന്നു. അതൊരു നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, അത് സ്വാഭാവികമായതാണ്, അതൊരു നേട്ടമാണ്. അങ്ങനെ പൂവിൻ്റെ ചന്തത്തിൽ അങ്ങനെ മയങ്ങിയിരിക്കുകയാണെങ്കിലോ അത് കൊഴിയുമ്പോൾ നമുക്ക് സന്താപം, ദുഃഖം ഉണ്ടാവും. അപ്പോൾ അത് നല്ലതിനാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ സന്യാസത്തിന് പ്രാധാന്യം കൽപ്പിച്ചത്. അപ്പം ആഗ്രഹങ്ങളുടെ എണ്ണം അനുസരിച്ച് മനസ്സങ്ങനെ പലതിലേക്ക് പോയി ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ധ്യാനത്തിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ സാധകൻ്റെ മനോബലത്തെ, ഏകാഗ്രതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ചിത്തസ്ഥൈര്യം വന്ന ആൾക്ക് മാത്രമേ ധ്യാനമാർഗത്തിൽ ചേരിടാൻ, വിഷയങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കും. അത് എത്ര കണ്ട് ചുരുങ്ങുന്നുവോ ആഗ്രഹങ്ങൾ, അത്ര കണ്ട് അയാൾക്ക് പുരോഗതിയും വിജയവും ധ്യാനയോഗത്തിൽ ഏകാഗ്രതയും കൈവരിക്കാം. ധ്യാനം ചെയ്യുന്നതിനനുസരിച്ച് വിഷയധ്യാനം പോവും, ആത്മധ്യാനത്തിലേക്ക് വരും. ആത്മധ്യാനം ഉറയ്ക്കുമ്പോൾ എപ്പോഴാണോ അപ്പോൾ അയാൾ വിഷയധ്യാനത്തിൽ നിന്ന് തീർത്തും പോവും. ഒന്നിൻ്റെ പൂർണ്ണത ആണ്, മറ്റൊന്നിൻ്റെ ത്യാഗം കൊണ്ടേ അത് നടക്കും. എന്നിട്ട് ആ ഉപാസനകൾ, ധ്യാനയോഗ പര്യന്തമുള്ള ഉപാസനകൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത് എന്നാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്.